നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് വിശദമായി. പുനഃസംഘടനാ ചർച്ചകൾക്കിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്തെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. AK ആന്റണിയുമായും കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തി. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനാ ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അങ്ങോട്ടെത്തി ഒരു അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്, ഒരു കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ന് കെ സുധാകരൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, പലവിധ പരിപാടികളുമായി ബന്ധപ്പെട്ടൊക്കെ തിരക്കിലായിരുന്നു. അതിനുശേഷം രാത്രിയിൽ അല്പസമയം മുൻപാണ് രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പുനഃസംഘടനയൊന്നും ഇല്ല എന്ന് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്യ പ്രതികരണം വരുമ്പോഴും അത് അങ്ങനെയല്ല, ഉടൻ പുനഃസംഘടന വേണമെന്നൊരു ആവശ്യം ശക്തമായ ഒരു കോണിൽ നിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. പ്രത്യേകിച്ചും കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന വാർത്തകൾ ഉൾപ്പെടെ പുറത്തു വന്നതും നേരത്തെ തന്നെ വലിയ വിവാദം പാർട്ടിക്കുള്ളിൽ തന്നെ ആയിരുന്നു. അക്കാര്യങ്ങൾക്കൊക്കെയും പാർട്ടിയിൽ നിന്നും പരസ്യമായ പ്രതികരണം ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല ആവട്ടെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവട്ടെ, കെ സുധാകരൻ ആവട്ടെ, ഇപ്പോൾ അങ്ങനെ ഒരു പുനഃസംഘടന ഇല്ല എന്ന് പറയുമ്പോഴും പാർട്ടിക്കുള്ളിൽ ഉടൻ ഒരു പുനഃസംഘടന വേണം എന്നൊരു വികാരം നിലവിലുള്ള ഒരു സാഹചര്യവും പശ്ചാത്തലവും കൂടിയാണ്. പ്രത്യേകിച്ചും KPCC സെക്രട്ടറിമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും ഒഴിവൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പാർട്ടിയെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്യുന്നു എന്നൊരു വലിയ വിമർശനം ഒരു ഭാഗത്ത് നിൽക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും തമ്മിലൊരു കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നറിയില്ല. എന്തായാലും അതൊരു സൗഹൃദ കൂടിക്കാഴ്ച എന്നതിനപ്പുറത്തേക്ക് അതിന് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പായും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നിലവിലുള്ള വിവാദങ്ങളും ഒക്കെ ആ വിഷയത്തിൽ ചർച്ചയായിരുന്നിരിക്കാം. എന്തായാലും അക്കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ നിന്നും കൂടിക്കാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് AK ആന്റണിയും താമസിക്കുന്നത്. AK ആന്റണിയുടെ വീട്ടിലും പോയി AK ആന്റണിക്കൊപ്പവും ചില ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് കെ സുധാകരൻ മടങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു മറ്റൊരു തലത്തിലുള്ള രാഷ്ട്രീയം കൂടി വളർന്നു വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കെ സുധാകരൻ നിലവിൽ മാറ്റേണ്ടതില്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്ന് നേരത്തെ തന്നെ K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ഏറെക്കുറെ ആ അഭിപ്രായമായിരുന്നു പരസ്യമായി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും പുനഃസംഘടനാ ചർച്ചകളെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല, KPCC അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യമേ ഇല്ല എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെയൊക്കെ മറുപടി. കഴിഞ്ഞ കുറെ നാളുകളായി രമേശ് ചെന്നിത്തലയൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമ്പോഴും ആ നിലയിലാണ് മറുപടി പറയാറ്. അതേസമയം പ്രതിപക്ഷ നേതാവിനോട് രാഷ്ട്രീയ കാര്യങ്ങളിൽ മറുപടി അതല്ലെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലാവുകയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവാദങ്ങളോ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്ന മറുപടി അത് KPCC അധ്യക്ഷൻ പറയട്ടെ, അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമെന്നാണ്. അങ്ങനെ ഈ മറുപടികളിൽ പോലും ചില രാഷ്ട്രീയ സൂചനകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ നേരിട്ടെത്തി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഉണ്ടായിരുന്നു. അത് രാവിലെ 11 മണിക്കായിരുന്നു ആ മാർച്ച് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഒന്നിച്ച് പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണ്. ആ പരിപാടിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. രമേശ് ചെന്നിത്തല ഒരു യാത്ര കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ഈ രാജ്ഭവൻ മാർച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ വേദിയിൽ ഈ 4 നേതാക്കൾക്കും ഒന്നിച്ച് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ച കൂടി വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഉന്മേഷ്. സലിം മാലിക്, തിരുവനന്തപുരത്താണ്. ഭരണഘടനാ ചർച്ചയിൽ അമിത്ഷാ നടത്തിയ BR അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ പോര്. അംബേദ്കറെ അവഹേളിച്ച് അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ഇരുസഭകളും പിരിഞ്ഞു. അംബേദ്കറോട് ചെയ്ത തെറ്റുകൾ മറയ്ക്കാനുള്ള നുണപ്രചാരണമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. अभी एक फैशन हो गया है, अम्बेडकर 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 अम्बेडकर। इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. രാജ്യസഭയിലെ ഭരണഘടനാ ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഈ പരാമർശമാണ് വിവാദമായത്. BR അംബേദ്കറെ അമിത്ഷാ അവഹേളിച്ചെന്നാരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. പിന്നാലെ ഇരുസഭകളിലും പ്രതിപക്ഷം JB മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധം കടുപ്പിച്ചു. प्रश्नकाल 321 321
അമിത്ഷാ രാജിവെക്കണമെന്നും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. यहाँ पर अमित शाह ने उठाकर डिस्कशन में वो लाए थे, उन्होंने ये कहा था कि अंबेडकर का इतना आप लोग उठ उठ के बोलते हो. പാർലമെന്റിൽ അംബേദ്കറുടെ ചിത്രം വെക്കുന്നത് കോൺഗ്രസ് വിലക്കിയെന്നും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെന്നും കേന്ദ്രമന്ത്രിമാരുടെ മറുപടികൾ. ഇപ്പോൾ അംബേദ്കറുടെ പേര് കോൺഗ്രസ് ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിമർശനം. साथ साथ में ये बताया कि बाबा साहब अम्बेडकर के जीते जी कांग्रेस पार्टी ने अम्बेडकर जी का कैसा अपमान किया. അമിത്ഷയ്ക്കെതിരെയുള്ള പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത്. ചെയ്ത തെറ്റ് മറച്ചുപിടിക്കാനാണ് അമിത്ഷായുടെ പ്രസ്താവന വളച്ചൊടിച്ച് കോൺഗ്രസ് നുണപ്രചാരണം നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. 24 ഡൽഹി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പ്രതിരോധത്തിലായി BJPയും കേന്ദ്ര സർക്കാരും. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രിക്കുള്ളിൽ അമിത്ഷായെ പുറത്താക്കിയില്ലെങ്കിൽ രാജ്യമെങ്ങും ശക്തമായ പ്രതിഷേധമെന്ന് ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ പ്രതിപക്ഷ ആരോപണം തള്ളി അമിത്ഷാ രംഗത്തെത്തി. കോൺഗ്രസ് തന്റെ വാക്കുകൾ വളച്ചൊടിച്ചു എന്നാണ് അമിത്ഷായുടെ വിശദീകരണം. जो व्यक्ति संविधान का शपथ लेके अंदर आता है, मिनिस्टर बनता है, मेंबर बनता है, अगर उस संविधान का अपमान करता है तो उसमें उसको कैबिनेट में रहने का कोई अधिकार नहीं है. उनको फौरन ड्रॉप करना चाहिए, बर्खास्त करना चाहिए, तभी इस देश के लोग शांत रहेंगे. कांग्रेस पार्टी अंबेडकर जी विरोधी पार्टी है. कांग्रेस पार्टी आरक्षण विरोधी पार्टी है. कांग्रेस पार्टी संविधान विरोधी पार्टी है. कांग्रेस पार्टी ने सावरकर जी का भी अपमान किया. कांग्रेस पार्टी ने आपातकाल डालकर संविधान के सारे मूल्यों की धज्जियां उड़ा दी. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. കമ്മിറ്റിയിൽ 31 അംഗങ്ങളുണ്ട്. ലോക്സഭയിൽ നിന്ന് 21 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരുമാണ് ഉള്ളത്. ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധവുമായി ബന്ധപ്പെട്ട ഈ പ്രത്യേക പ്രതിനിധി യോഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമാണ് ഈ ചർച്ചയുടെ ഭാഗമായത്. ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടെന്നുള്ളത് അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനായിട്ടുള്ള ഒരു ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് അതിർത്തി കടന്നുള്ള യാത്രാ സഹകരണവും ഇന്ന് ചേർന്ന യോഗത്തിൽ ചർച്ചാ വിഷയമായി. മാനസ സരോവർ യാത്ര പുനരാരംഭിക്കൽ, അതിർത്തി കടന്നുള്ള ഈ നദീ വിവരങ്ങൾ പങ്കിടൽ, വ്യാപാരം തുടങ്ങിയവയും ഇരു രാജ്യങ്ങളും ഇന്ന് ഈ യോഗത്തിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ സമാധാനവും സമൃദ്ധിയും ഉറപ്പാക്കാൻ ഇന്ത്യ ചൈന സൗഹൃദം തുടരണമെന്നാണ്. നിലവിൽ അതിർത്തികളിൽ ഈ ഒരു സഹകരണം അത് കൊണ്ടുവന്ന് നിലവിലെ മുൻപുണ്ടായിരുന്ന സംഘർഷ സാധ്യതകളെല്ലാം മാറ്റിക്കൊണ്ട് ഒരു സൗഹൃദത്തിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഉന്മേഷ്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുംബൈയിൽ യാത്രാ ബോട്ട് മുങ്ങി 13 പേരാണ് മരിച്ചത്. ഇതടക്കം വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം 24 റൗണ്ടപ്പിലേക്ക് തിരികെ. വയനാട് കൂടൽക്കടവിൽ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചിഴച്ച സംഭവത്തിൽ ഒളിവിൽ പോയ 2 പ്രതികളെ പിടികൂടി. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരാണ് പിടിയിലായത്. ഇവരെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. പട്ടികജാതി, പട്ടികവർഗ, പീഡന നിരോധന നിയമം, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. നേരത്തെ പിടിയിലായ ഇവരുടെ സുഹൃത്തുക്കളും പച്ചിലക്കാട് സ്വദേശികളുമായ അഭിരാം, അർഷിക് എന്നിവരെ റിമാൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൂടൽക്കടവ് സ്വദേശിയായ മാദനെ ഇവർ കാറിൽ വലിച്ചിഴയ്ക്കുന്ന ദൃശ്യം പുറത്തുവന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മാദൻ. അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. വെറ്റിലപ്പാറ മുണ്ടമാണിക്ക് സമീപമാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറഞ്ഞു.
തുമ്പൂർമൊഴി ഭാഗത്തുനിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ തുമ്പൂർമൊഴി ഗാർഡൻ്റെ ഗേറ്റ് കടന്നുള്ള അടുത്ത വളവിലാണ് സംഭവിച്ചത്. അവിടെ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ല. ഞങ്ങൾ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പ്രദേശമാണ്. പക്ഷേ അത് അന്ന് നിർഭാഗ്യവശാൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഒരു 7 മണിയായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പെടുന്നതിന് ഈ ആന മുന്നിൽ പെടുമായിരുന്നു. അന്ന് ഞങ്ങളുടെ 2 പേരുടെയും കാല് ഒടിഞ്ഞിരുന്നു. ഭാര്യയുടെ കാല് ഒടിഞ്ഞ് പുറത്തേക്ക് വന്നു, എല്ല് പുറത്തേക്ക് വന്നു. സൂരജ് സജ്ജിയുണ്ട് വിവരങ്ങളുമായി. സൂരജ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ട ആനക്കൂട്ടം ഇപ്പോഴും അവിടെ തന്നെയാണോ? ഇത് ഉന്മേഷ്, മറ്റൊരു ആനക്കൂട്ടമാണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ 14ലാണ്. നേരത്തെ എല്ലാം നമ്മൾ നിന്നിരുന്ന വെറ്റിലപ്പാറ 15ലാണെങ്കിൽ വെറ്റിലപ്പാറ 14 ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന കാട്ടാനക്കൂട്ടത്തെയാണ് കാണുന്നത്. ഇത് പ്രധാന പാതയാണ്. ആ പാതയോട് ചേർന്ന് തന്നെയാണ് 3 കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിന് സമീപത്തായി ഒരു 5 അംഗ കാട്ടാനക്കൂട്ടം കൂടി നിലയുറപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്പം കഴിഞ്ഞാൽ ഒരു 11-12 മണിയോടുകൂടി തന്നെ ഈ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. പിന്നീട് ഈ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വാഴയടക്കം നശിപ്പിക്കുന്നതാണ് ഇവരുടെ ഒരു പതിവ് രീതി എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒരാന അതിരപ്പള്ളിക്കാർക്ക് സുപരിചിതനായിട്ടുള്ള മുറിവാലനാണ്. ഇവിടെ പ്രദേശവാസികളടക്കമുണ്ട്. നമുക്ക് അവരുടെ കൂടി പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ഇത് സ്ഥിരം വളരെയധികം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. ഒരു 11 മണി കഴിഞ്ഞാൽ അപ്പം തന്നെ വീടുകളിലേക്ക് ഉള്ളിലേക്ക് കയറാം. നമുക്ക് ഇവിടെ ഗസ്റ്റുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. നമ്മളെല്ലാവരും പ്രൊട്ടക്ട് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റുക. നിത്യസംഭവമായിട്ട് ഇരിക്കുക. പടക്കം പൊട്ടിച്ചിട്ടോ പേടിപ്പിച്ചിട്ടൊന്നും ആന പോകുന്നില്ല. അല്പസമയം മുമ്പ് ഇവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചു. പക്ഷേ ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു അല്ലേ? അതെ, തിരിച്ചും വനപാലകരുടെ അടുത്തേക്ക് ആന ഇങ്ങോട്ട് വരികയാണ് ഭയങ്കര ശൗര്യത്തോടു കൂടി. ആദ്യമൊക്കെ ഒരു പടക്കം പൊട്ടിച്ച് ആന പോകാറുണ്ട്. ഇപ്പൊ ആനയ്ക്ക് ധൈര്യം കൂടി വരികയാണ്. എന്ത് ചെയ്യും കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ? വല്ലാത്ത ഭയപ്പാടിലാണോ? അതെ അതെ അതെ. വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടൊന്നും പൊടിച്ചിട്ട് ആനയ്ക്ക് പേടിയില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഗുണ്ട് പൊടിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മളെ ഫ്രണ്ടിലേക്ക് തന്നെ വരണം. അത് തന്നെയാണ് ഉന്മേഷ്. നമ്മൾ ഇന്നലെ പകലെല്ലാം തന്നെ ഇന്ന് പകലും ഇന്നലെ പകലും എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിരപ്പള്ളിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയിലൂടെയാണ് അവരെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെറ്റിലപ്പാറ 14, 15 തുടങ്ങിയ മേഖലകളിൽ ഒരാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം ഈ ചാലക്കുടി പുഴ കടന്ന് പിന്നീട് ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഈ എണ്ണപ്പനത്തോട്ടം എല്ലാം കടന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. പകൽ സമയം പോലും ഈ വഴി നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ ഈ പടക്കമൊക്കെ പൊട്ടിച്ചാണ് ഈ കാട്ടാനയെ വീടുകളിൽ നിന്ന് തുരത്തുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ പോലും അവർ ഈ പടക്കവും എല്ലാം കയ്യിൽ കരുതിയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക് മുന്നിലുള്ളത്. ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിലടക്കം വലിയ പരാതി ഇവർ ഉയർത്തുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് ആനയുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ കഴിയുന്ന ഒരു RRT സംഘത്തിന്റെ ശേഷിയൊന്നും നിലവിൽ ഈ അതിരപ്പള്ളിയിലെ വനംവകുപ്പിനില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പലപ്പോഴും പടക്കം പൊട്ടിച്ച് അല്ലെങ്കിൽ ആനയെ തുരത്താൻ ഒരു ചെറിയ ശ്രമം നടത്തി അവർ മടങ്ങുന്നതല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നില്ല. ഈ ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഇത് കേൾക്കുന്നതല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുന്നില്ല എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഉന്മേഷ്. സൂരജ്, നേരത്തെ അവിടെ ഈ വനം വകുപ്പ് സംഘം എത്തിയതായി പറഞ്ഞല്ലോ. അവർ ഇപ്പോൾ മടങ്ങിയിട്ടുണ്ടോ അതോ ആ പരിസരത്തുണ്ടോ? ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് ആന ഉടൻ എത്തുമെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. തൊട്ടടുത്താണല്ലോ ഈ കൃഷിയൊക്കെ ഉള്ളത്. ഉന്മേഷ്, അതായത് നമ്മൾ ആദ്യം നിന്ന സ്ഥലം എന്ന് പറയുന്നത് വെറ്റിലപ്പാറ 15ആണ്. ആ 15ലാണ് അവിടെ ഇറങ്ങിയത് ഒരു ഒറ്റയാനാണ്. ആദ്യ ദൃശ്യം നമ്മൾ പുറത്തുവിട്ട ഭാഗത്ത് അതൊരു ഒറ്റയാനായിരുന്നു. ആ ഒറ്റയാനെ തുരത്താൻ വനംവകുപ്പിന് കഴിഞ്ഞു. അതിനെ ഈ ജനവാസ മേഖലയിൽ നിന്ന് താൽക്കാലികമായി മാറ്റിവിടുകയും ചെയ്തു. രണ്ടാമത് നമ്മൾ പുറത്തുവിട്ട ദൃശ്യം എന്ന് പറയുന്നത് വെറ്റിലപ്പാറ 15ൽ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്തായിരുന്നു ആ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നത്. അതിനെയും നമ്മൾ വാർത്ത കൊടുത്തതിന് തൊട്ടു പിന്നാലെ RRT സംഘം അവിടെ എത്തുന്നു, പടക്കം പൊട്ടിച്ച് കയറ്റി വിടുന്നു. ആ സമയത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ തന്നെ ആന ഇവർക്കടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിപ്പോൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ 14ലാണ്. ഇപ്പോൾ 3 കാട്ടാനക്കൂട്ടം ഈ റോഡിനോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഇത് തൊട്ടപ്പുറത്തെ വീടുകളാണ്, നിരവധി ആളുകൾ താമസിക്കുന്ന വീടുകളാണുള്ളത്. നമുക്ക് ആ വീടിന് മുന്നിൽ നിന്ന് ഈ വാർത്ത ചെയ്യാം. പക്ഷേ അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ വീടിന് മുറ്റത്തേക്ക് പോലും പോകാതെ. അപ്പോൾ അവിടെ വിശ്വസിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ, ആ വീടിനുള്ളിൽ കിടന്നുറങ്ങുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. കാരണം അവരുടെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണവും ഒരു സുരക്ഷിതത്വവും ഇല്ല എന്നുള്ളത് വേണം ഇതിൽ നിന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ. എപ്പോൾ
വേണമെങ്കിലും ഈ ആന ഈ റോഡ് മുറിച്ചു കടന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാം. അങ്ങനെയുള്ള സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തുടർച്ചയായി വീട്ടുമുറ്റത്തേക്കടക്കം ആനകൾ എത്തുന്നു, കൃഷി നശിപ്പിക്കുന്നു, വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടുമുറ്റത്ത് ആന എത്തുമ്പോൾ ഒരു വീട്ടിലെ ആളുകൾ പടക്കം പൊട്ടിച്ച് ആനയെ ഓടിച്ചാൽ അടുത്ത വീട്ടുമുറ്റത്തേക്ക് ഈ ആന വീണ്ടും എത്തുന്നു. അങ്ങനെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം, അതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിക്കിടയാക്കുന്നത്. ഉന്മേഷ്, ഒരു കാര്യം കൂടി, അല്പസമയം മുമ്പാണ് നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ വെറ്റിലപ്പാറ 15 നിന്ന് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് 1 കിലോമീറ്റർ അകലെ വെച്ചാണ് ഒരു പുലിയെ കണ്ടത്. അത് ഒരു ചെറിയ പുലിക്കുട്ടിയായിരുന്നു. ചെറിയ പുലിക്കുട്ടി അത് വഴി മുറിച്ച് കടന്നു പോവുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പകർത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ വീട്ടിൽ ആന എത്തുമ്പോൾ ഈ ആന എത്തുന്ന അറിയാൻ വേണ്ടി ഇവർ ഈ നായകളെ അടക്കം വീടുകളിൽ വളർത്തുന്നുണ്ട്. പക്ഷേ ഈ നായകളെ ഈ പുലി കടിച്ചു കൊണ്ടുപോകുന്നതും ഇപ്പോൾ പതിവ് സംഭവമായിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിള്ളപ്പാറയിലടക്കം ഈ പുലിയുടെ ആക്രമണം അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിച്ചു. ഈ വളർത്തു നായ്ക്കളെ അടക്കം പുലി കടിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ആനയെ തുരത്താൻ നായയെ വളർത്തിയാൽ നായയെ പുലി കടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ അവസ്ഥയിലും ജീവിതം ദുസ്സഹമാകുന്നു. ഇതിന് ഒരു വശം കൂടി ഉണ്ട് ഉന്മേഷ്. അതായത് നമ്മൾ വിചാരിക്കും ഈ വന്യജീവികളുടെ ശല്യം മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഇത് ഇവിടെ താമസിക്കുന്ന ആളുകളെ സാമ്പത്തികമായും സാമൂഹികമായും ബാധിക്കുന്നുണ്ട്. അത് ഒരാൾക്ക് വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചന അല്ലെങ്കിൽ ഒരു പുരുഷൻ വിവാഹം കഴിക്കണമെങ്കിൽ ആ വിവാഹാലോചനയുമായി പോകുന്ന സമയത്ത് അതിരപ്പള്ളിക്കാർക്കാണെങ്കിൽ പെണ്ണ് തരില്ല എന്ന് പറയുന്നു എന്നുള്ളതാണ് ഇവിടത്തുകാർ പറയുന്നത്. ഇനി ഇവരുടെ സ്വത്തിനാകട്ടെ ഭൂമിക്കാകട്ടെ ഭൂമി വാങ്ങാൻ പോലും ആരും എത്താത്ത സാഹചര്യം. ഈ ഭൂമി വിറ്റൊഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാമെന്ന് കരുതിയാൽ അതിന് പോലും ആരെയും കിട്ടാത്ത അവസ്ഥ. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് സാമൂഹികമായും സാമ്പത്തികമായും എല്ലാം തകരുന്ന അവസ്ഥയിലേക്ക് ഈ വന്യജീവി ആക്രമണം വഴിമാറുന്നു എന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന ശാശ്വത പരിഹാരങ്ങളുണ്ട്. ഈ അതിരപ്പള്ളിയുടെ മലനിരകൾ കടന്ന് അല്ലെങ്കിൽ ചാലക്കുടി പുഴയ്ക്കപ്പുറത്ത് വനമേഖല കടന്ന് പിന്നീട് പുഴ കടന്നാണ് ഈ കാട്ടാനക്കൂട്ടം ഇങ്ങോട്ടെത്തുന്നത്. ഈ ആനകളെ കൃത്യമായും അതിൻ്റെ സഞ്ചാരപാതകൾ ട്രേസ് ചെയ്തുകൊണ്ട് ആനകൾ ഈ മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് ജനവാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഉന്മേഷ്. സൂരജ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനക്കൂട്ടം ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന വെറ്റിലപ്പാറ മുണ്ടമ്മാണിയിൽ നിന്നാണ് തത്സമയം ചേർന്ന് ദൃശ്യങ്ങൾ ഇപ്പോൾ സൂരജ് എത്തിച്ചത്. നാട്ടുകാർ നേരത്തെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. 3 ആനകളാണ് അവിടെ ഉള്ളത്. അവർ 3 ആനകൾ ഇപ്പോഴും അവിടെ തുടരുകയാണ്. നേരത്തെ സ്ഥലത്ത് വനംവകുപ്പ് സംഘം എത്തിയതായി സൂരജ് അറിയിക്കുന്നുണ്ട്. ജനങ്ങൾ ആശങ്ക പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ മുംബൈയിൽ യാത്രാ ബോട്ട് മുങ്ങി 13 മരണം. നാവികസേനയുടെ ബോട്ടും യാത്രാ ബോട്ടും കൂട്ടിടിക്കുകയായിരുന്നു. മരിച്ചവരിൽ ഒരു നാവികസേന ഉദ്യോഗസ്ഥനും. നടക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. പതിമൂന്ന് പേരാണ് മരിച്ചത്. മുംബൈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മരണസംഖ്യയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നതോടുകൂടിയാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുന്നത്. നാവികസേന അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രകാരം 13 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. അതിലൊരാൾ നാവികസേന ഉദ്യോഗസ്ഥനാണ്. ഈ നാവികസേനയുടെ സ്പീഡ് ബോട്ടിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാരും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ കേവ്സിലേക്ക്, ടൂറിസ്റ്റ് കേന്ദ്രമായ എലിഫന്റ കേവ്സിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ ബോട്ട്. ഏതാണ്ട് 100-ലധികം പേർ ഈ സമയം ബോട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 4 മണിയോടെ നാവികസേനയുടെ ഒരു സ്പീഡ് ബോട്ട് അതിവേഗത്തിൽ വന്ന് ഈ ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എഞ്ചിൻ ട്രയൽ നടത്തുകയായിരുന്നു എന്നതാണ് നാവികസേന വാർത്താക്കുറിപ്പിൽ നൽകുന്ന വിവരം. അതിനിടെയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നതും. ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം തുടർന്ന് ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പിൽ ഒന്നും പറയുന്നുമില്ല. ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചവരിൽ ഏതാണ്ട് ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുമുണ്ട്. മരണസംഖ്യ ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നത് ഈ ഒരു സ്ഥിതി സൂചിപ്പിക്കുന്നുമുണ്ട്. എത്ര പേർ ഇനി ഈ അപകടത്തിൽ നിന്ന് എത്ര പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു അവ്യക്തത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം മുതിർന്ന ആളുകൾക്കൊക്കെ തന്നെ ടിക്കറ്റ് ഉണ്ടാകും. ചെറിയ കുട്ടികളും മറ്റും ഈ ബോട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴില്ല എന്നതാണ് നാവികസേന തന്നെ പറയുന്നത്. അതുകൊണ്ട് നാവികസേനയുടെ തിരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. നാവികസേനയ്ക്കൊപ്പം കോസ്റ്റ് ഗാർഡും മുംബൈ പോലീസിൻ്റെ ഈ തീരസംരക്ഷണ സേനയും ഒക്കെ തന്നെ ഈ രക്ഷാദൗത്യത്തിലുണ്ട്. ഒപ്പം ഹെലികോപ്റ്ററുകളും ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയൊരു ദുരന്തം മുംബൈ ഈ വൈകിട്ട് ഉണ്ടാവുന്നു.
മാസപ്പടി കേസിൽ CMRനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി SFIO റിപ്പോർട്ട്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRൽ പണം നൽകിയെന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. എക്സാലോജിക് CMRൽ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായെന്നും SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് ഷോൺ ജോർജിന്റെ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുമായുള്ള മാസപ്പടി കേസിലെ അന്വേഷണം റദ്ദാക്കണമെന്ന CMRലിന്റെ ഹർജിയിൽ വാദം തുടരവെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ SFIO ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയത്. CMRൽ പണം നൽകിയത് ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കാണോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്നും SFIO. ആകെ 184 കോടിയുടെ പണമിടപാട് CMRൽ നടത്തിയിട്ടുണ്ടെന്നും SFIO കോടതിയെ അറിയിച്ചു. CMRലും എക്സാലോജിക്കും നടത്തിയ ദുരൂഹ പണമിടപാടിൽ അന്വേഷണം പൂർത്തിയായെന്ന് SFIO. പണം നൽകിയത് എക്സാലോജിക്കുമായി ബന്ധമുള്ള പ്രമുഖ വ്യക്തിക്കാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായാണ് SFIO വ്യക്തമാക്കുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ് 24നോട്. SFIOയുടെ ഒരു പ്രാഥമിക അന്വേഷണം എന്ന് വേണം പറയാം. ഇനി അതിന്മേൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി, ഇവരെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള അനുമതി ഇനി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന്, മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അതാണ് SFIOയുടെ പ്രൊസീജിയർ. SFIOയുടെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം അതിനൊരു പെർമിഷൻ, അതായത് പ്രോസിക്യൂഷൻ പെർമിഷൻ ഇനി മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. മിനിസ്ട്രിയിൽ നിന്ന് ലഭ്യമാകുന്ന മുഴയ്ക്ക് അറസ്റ്റ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യും, കൂടുതൽ ചോദ്യം ചെയ്യണം കോടതി ചോദ്യം ചെയ്യാനും ഒക്കെ ഇനി SFIOക്ക് അധികാരം ഉണ്ടാവും. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കേസിൽ നടപടിയില്ലെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. 8 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടുന്ന SFIO അന്വേഷണം ഇതുവരെയും പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകിയിട്ടില്ല. കേവലം 2 കമ്പനികൾ തമ്മിലുള്ള സ്ട്രെയിറ്റ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ എന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയെന്ന്. എന്നാൽ അത് സംബന്ധിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാതെ വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ഇത് ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ട ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിഷയത്തിൽ മറ്റൊരു അന്വേഷണം നടത്തുന്നത് ചട്ടവിരുദ്ധമെന്നാണ് CMRലിന്റെ വാദം. കേസിൽ ഈ മാസം 23-ന് ഡൽഹി ഹൈക്കോടതിയിൽ വീണ്ടും വാദം കേൾക്കും. 24 ഡൽഹി. വിജിലൻസ് അന്വേഷണവും ആരോപണങ്ങളും നേരിടുന്ന ADGP MR അജിത് കുമാറിന് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനും മന്ത്രിസഭയുടെ അനുമതി. വിജിലൻസ് അന്വേഷണം നേരിടുന്നത് സ്ഥാനക്കയറ്റത്തിന് തടസ്സമല്ല എന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശിപാർശ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. MR അജിത് കുമാറിനൊപ്പം സുരേഷ് രാജ് പുരോഹിതിനെയും DGP റാങ്കിലേക്ക് ഉയർത്തും. പൂരം കലക്കൽ, RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, സ്വത്ത് സമ്പാദനം, ഇങ്ങനെ നിരവധി ആരോപണങ്ങളെ ചുഴിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് ADGP MR അജിത് കുമാർ. ഇതിനു പുറമെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥനാണ് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നത്. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം പരിശോധിക്കുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി MR അജിത് കുമാർ അടക്കമുള്ളവർക്ക് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തിരുന്നു. അജിത് കുമാർ ഉൾപ്പെട്ടിട്ടും ശുപാർശ മന്ത്രിസഭ അതേപടി അംഗീകരിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ മാനദണ്ഡങ്ങൾ പരിശോധിച്ചിട്ടാണ് ഒരു കമ്മിറ്റി നൽകുക. മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുക. മാനദണ്ഡങ്ങളിൽ ഞങ്ങൾ പ്രത്യേക താല്പര്യമോ പ്രത്യേക വിവേചനവോ സർക്കാർ കാണിക്കില്ല. മാനദണ്ഡങ്ങൾക്കെതിരായിട്ട് ആർക്കും ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. സ്ഥാനക്കയറ്റം നൽകിയതോടെ MR അജിത് കുമാറിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായതായി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആരാണ് ADGP അജിത് കുമാറിന്റെ പിന്നിലുള്ളത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ADGP അജിത് കുമാറിനെതിരെ DGP അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇനി എന്ത് DGP അന്വേഷിക്കാൻ? അജിത് കുമാറിനെ ആര് സംരക്ഷിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ മന്ത്രിസഭാ തീരുമാനം കൊണ്ട് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇത് അധാർമികമായ ഒരു നടപടിയാണ്. മുഖ്യമന്ത്രി RSSന് വഴങ്ങിയതുകൊണ്ടാണ് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വിമർശിച്ചു. 24 തിരുവനന്തപുരം. വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. 9 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. പാനൂർ, മുക്കം, കൊടുവള്ളി, പയ്യോളി, ശ്രീകണ്ഠാപുരം, മട്ടന്നൂർ, ഫറോക്ക്, പട്ടാമ്പി നഗരസഭകളിലെ വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പുനർവിഭജന ഉത്തരവും മാർഗനിർദ്ദേശങ്ങളും നിയമവിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നഗരസഭകളിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നടപടി. 2015 തന്നെ പഞ്ചായത്തുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നെങ്കിലും അത് എങ്ങുമെത്തിയിരുന്നില്ല. അതിനിടെയാണ് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് അധികമാക്കുക എന്ന നിലയിലുള്ള വാർഡ് വിഭജന രീതിയുമായി സർക്കാർ മുന്നോട്ടു പോയത്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം പൂർത്തിയാക്കുകയായിരുന്നു സർക്കാർ ലക്ഷ്യം.
ഇത് അന്തിമഘട്ടത്തിൽ എത്താനിരിക്കെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ പണം ആവശ്യപ്പെടുന്നത് എന്തിനെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. 2016-2017 വർഷങ്ങളിലെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടുപിന്നാലെ ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് കോടതി പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് 132 കോടി രൂപ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതിനെതിരെയാണ് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉയർത്തിയത്. 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? വയനാട് ദുരന്തത്തിന്റെ സഹായ ആവശ്യം മുന്നിലുള്ളപ്പോഴാണ് ഇത്. ഇത്രയും വർഷം കാത്തിരുന്നല്ലോ, അടുത്ത 6 മാസമെങ്കിലും കാത്തിരുന്നിട്ട് തുക ചോദിച്ചാൽ പോരെയെന്നും കോടതി ചോദിച്ചു. വയനാട് ദുരന്തത്തിന് തൊട്ടുപിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെട്ടത് അത്ഭുതപ്പെടുത്തുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം പണം റീഇംബേഴ്സ് ചെയ്യുമെന്ന് കേന്ദ്രം ഇതിന് മറുപടി നൽകി. പിന്നാലെ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനിടെ 181 കോടി SDRF-ൽ ഉണ്ടെങ്കിലും മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താതെ വിനിയോഗം സാധ്യമല്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ അനിവാര്യമായ ഇളവുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചു. നേരത്തെയുള്ള കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് കണക്കുകൾ സംബന്ധിച്ച കത്ത് നൽകിയെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയുണ്ടായി. എന്നാൽ കത്ത് ഔദ്യോഗികമായി കിട്ടിയിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കെ ജയകുമാറിന്. പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ ജയകുമാർ പറഞ്ഞു. The Sahitya Academy Awards for 2024 has been announced. So I will read out the names. Malayalam, Pingala Keshini. It is a poetry collection by K. Jayakumar. It is a unanimous decision. ഗാനരചയിതാവ്, വിവർത്തകൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കെ ജയകുമാർ നിലവിൽ കേരള സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടറാണ്. കവിതാ സമാഹാരങ്ങൾ, വിവർത്തനങ്ങൾ, ജീവചരിത്രം, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 20ഓളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡൽഹി സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ അക്കാദമി സെക്രട്ടറി ഡോക്ടർ ശ്രീനിവാസ് റാവുവാണ് പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചത്. എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും ആഹ്ലാദകരമായ ദിവസമെന്ന് കെ ജയകുമാർ. കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വലിയ അംഗീകാരമായി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നന്നായി എന്ന് എന്നോട് വായനക്കാർ പറയുന്നത് പോലെ ആണ് ഞാൻ ഈ അവാർഡിനെ കാണുന്നത്. അങ്ങേയറ്റത്തെ സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഈ അവാർഡ് കിട്ടുമ്പോൾ എനിക്കുണ്ട്. മലയാളത്തിൽ നിന്നും ഇത്തവണ ലഭിച്ചത് മികച്ച എൻട്രികളാണെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീനിവാസ് റാവു 24നോട്. Malayalam literature, we got very good entries for the final, and we all know that K. Jayakumar is a very distinguished poet, and though he is a bureaucrat, but he has given a for his time to his poetry particularly. പ്രഭാവർമ്മ അധ്യക്ഷനായ 3-അംഗ ജൂറിയാണ് മലയാളത്തിലെ മികച്ച കൃതി തെരഞ്ഞെടുത്തത്. 2025 മാർച്ച് 8 ഡൽഹിയിലെ കമാനി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 24 ഡൽഹി. കണ്ണൂർ മുൻ ADM കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി PP ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ്. ജില്ല വിട്ടു പോകുന്നതിനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കുന്നതിനും തടസ്സമില്ല. അതേസമയം കെ നവീൻ ബാബുവിന്റേത് കൊലപാതകം എന്ന കുടുംബത്തിന്റെ ആരോപണത്തിലൂടെ PP ദിവ്യ കുറ്റവിമുക്തയാവുകയാണെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പ്രതികരിച്ചു. PP ദിവ്യയ്ക്ക് നവംബർ 8 തലശ്ശേരി സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, കണ്ണൂർ ജില്ല വിട്ടുപോകരുത്, സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയവയായിരുന്നു വ്യവസ്ഥകൾ. ഇളവ് തേടിയുള്ള ദിവ്യയുടെ അപേക്ഷയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അനുകൂല ഉത്തരവ്. ജില്ല വിട്ടുപോകുന്നതിന് ഇനി തടസ്സമില്ല. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി. സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന വ്യവസ്ഥയുള്ളതിനാൽ ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിലും ദിവ്യ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിലും തടസ്സം നീങ്ങി. 11 ദിവസം പള്ളിക്കുന്ന് വനിതാ ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത്. കേസിൽ CBI അന്വേഷണമെന്ന ആവശ്യത്തെ എതിർക്കുന്ന CPIM പുതിയ ന്യായവാദവും മുന്നോട്ടുവയ്ക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയിൽ കൊലപാതക സംശയം ഉന്നയിച്ചിരുന്നു. ഈ വാദം PP ദിവ്യക്കെതിരായ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇല്ലാതാക്കുന്നതായി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരർത്ഥം PP ദിവ്യ കുറ്റവിമുക്തിയാണെന്ന് ഹർജിക്കാരി തന്നെ പറയുന്നുവെന്നാണ്. PP ദിവ്യയുടെ പേരിലുള്ള ആരോപണം എന്താ?
ആത്മഹത്യക്ക് പ്രേരണ PP ദിവ്യ ഇതുവരെ കൊന്നിട്ട് കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉന്നയിച്ചിട്ടില്ല. കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ ഹർജിയിൽ കണ്ണൂർ മാജിസ്ട്രേറ്റ് കോടതി ഈ മാസം 21 വിധി പറയും. 24 കണ്ണൂർ. ഓസ്ട്രേലിയ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ. മഴ വീണ്ടും വില്ലനായതോടെ സമനിലയ്ക്ക് കൈകൊടുക്കുകയായിരുന്നു ഇരു ക്യാപ്റ്റന്മാരും. 275 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 8 റൺസ് എന്ന നിലയിൽ നിൽക്കെയാണ് വീണ്ടും മഴയെത്തത്. പരമ്പര നിലവിൽ 1-1 നിലയിലാണ്. 4-ാം ടെസ്റ്റ് 26 മെൽബണിൽ തുടക്കമാകും.